ഇത് ഒന്നാമത്തെ പ്രശ്നം, സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കപ്പെടുന്ന കണ്ടന്റുകൾക്ക് പിന്നാലെ പോകുന്ന ചോദ്യങ്ങൾക്ക് ഒരു രാഷ്ട്രീയപരമായിട്ട് ഉത്തരം പറയുന്നതല്ല ശരി. അല്ല എൻ ഡി അദ്ദേഹം എ രാഷ്ട്രീയ അല്ല നേതൃത്വത്തിന്റെ ഭാഗമാണ്. എൻ ഡി എ അധികാരത്തിൽ വന്നാൽ ആ BJP-യുടെ ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങൾ മുഖ്യമന്ത്രിയാവട്ടെ, ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങൾ മന്ത്രിയാവട്ടെ. ഉം. റോബിന് മന്ത്രിയാവാൻ അവസരം ലഭിച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി റോബിനെ ഞാൻ സ്വീകരിക്കുന്ന ഒരാളാണ്. 2020 ഒരു മന്ത്രിയെ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ മന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കുന്ന സാബു ജേക്കബാണ്. അത് ആർക്ക് കൊടുക്കുന്നു അയാളെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിനുള്ള മറുപടി. ഇനി റോബിനുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കാര്യം റോബിനും അറിയാം, എനിക്കും അറിയാം. ഉം. റോബിൻ BJP-യിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അത് മിക്ക പറയുമ്പോൾ ഒരു ദിവസങ്ങളിൽ നയതന്ത്രപരമായ ചിരി. ഒരിക്കലുമല്ല, ഞാൻ എത്രയോ നാളുകളായിട്ട് ഞാൻ റോബിൻ ഒരുമിച്ച് ദുബായിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളതല്ലേ. ഉം, ഉം, ഉം. അപ്പോൾ റോബിൻ അതായത് റോബിൻ ദുബായിൽ വന്ന സമയത്ത് റോബിൻ മറ്റേ രണ്ടാമത് പനമേര എടുത്തു. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചൊരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നീട് റോബിൻ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, ഞാൻ റോബിനോട് സംസാരിക്കാറുണ്ട്. ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒന്നാമത് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. ഇത് പുറത്തുള്ള ആൾക്കാർ സൃഷ്ടിച്ച കുറെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉള്ളത്. പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ പ്രാധാന്യം പോകാനുണ്ട്. അതിനു മുമ്പ് ഈയിടെയായി അഖിൽമാരാർ ചെയ്ത കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റി കൂടി പ്രശ്നങ്ങളേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഇപ്പൊ വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഈ വ്യക്തി അധിക്ഷേപം ഒരിക്കലും അങ്ങനെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ മുതിർന്ന നേതാക്കൾ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഞാനിപ്പോ തിരുവനന്തപുരത്തോടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു മോശമായ രാഷ്ട്രീയ മാതൃകയാണെന്നാണ്. പിണറായി വിജയൻ ഈ നാട്ടിലല്ലടാ. ഇപ്പൊ അഖിൽമാരാർ പറയുന്നു ഈ ജോജുവിനെതിരെ രമേശ് പിഷാരടി കളിച്ചിട്ടുണ്ട്, അത് ജോജുവിന് അറിയില്ല, ജോജു എന്തെങ്കിലും അത് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ അല്ലടാ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കേൾക്കുന്നേ. ജോജു ചേട്ടൻ ഒരിക്കൽ എന്നെ രാത്രി വിളിച്ചിട്ട് പറയുന്നു, വലിയ വിഷമിച്ചാണ് വിളിച്ച് പറയുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടടാ, നീ ഇത് എവിടെങ്കിലും ഒന്ന് പറയാണോ? കാരണം പുള്ളി സോഷ്യൽ മീഡിയയിലോ മറ്റോ വരുന്ന ഒരാളല്ല. പലപ്പോഴും എന്റെ സുഹൃത്തുക്കൾക്ക് ജോജു ചേട്ടൻ പറഞ്ഞ പ്രകാരമാണ് അഡ്രസ് ചെയ്യുന്നത്. ജോജു ചേട്ടൻ എന്നെ അന്ന് ഈ വിഷയം നടന്നത് വലിയ വിഷമിച്ച് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യൻ വലിയ രീതിയിൽ വിഷമിച്ച് എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് അന്നത്. പക്ഷെ അതുകൊണ്ടാണല്ലോ അതിന്റെ ഷോ ഡയറക്ടർ ഇപ്പൊ ഒരു വിശദീകരണം കൊണ്ട് വന്നല്ലോ. അത് അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഷോ ഡയറക്ടർ സമ്മതിച്ചല്ലോ. പക്ഷെ അതിന് കാരണം പിഷാരടി അല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളി വന്നത്. അപ്പൊ അതിന്റെ കാരണം ആരാന്നുള്ള കാര്യം ജോജു ജോർജിന്റെ ധാരണ പിഷാരടി ആണെന്നുള്ളതായിരുന്നു. അപ്പൊ അത് ജോജു ജോർജിന് ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാൻ ഡയറക്ടർക്ക് കഴിഞ്ഞെങ്കിൽ എന്റെ സന്തോഷം. അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഭാഗമായി നിൽക്കുമ്പോൾ പറയുന്ന ഓരോ വാക്കും വരി ശ്രദ്ധിച്ചു വേണ്ട അഖിൽമാരാർ. എടാ ഒന്ന് വിഷ്ണു ആദ്യം മനസ്സിലാക്കണം, ഞാൻ ഇവരെ ഒന്നും പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാൻ നടത്തിയ വ്യക്തി അധിക്ഷേപം എന്താ നോക്കൂ, ജോജു എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ നടത്തിയ വ്യക്തി അധിക്ഷേപം എന്താന്ന് പറ. ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നത് ഏത് രീതിയിലാ പറ. ഇപ്പൊ രമേശ് പിഷാരടി അദ്ദേഹത്തിന്റെ ലൈഫ് എല്ലാം സെറ്റിൽ ചെയ്തതിനു ശേഷമാണ് രാഷ്ട്രീയ അധിക്ഷേപമാണോ? നല്ല കാര്യമല്ലേ? ഒരിക്കലും അല്ല. ഇപ്പൊ ഒരിക്കലും അല്ല, അത് അതിനൊരിക്കലും അധിക്ഷേപമായി ഉൾക്കൊള്ളാനാവില്ല. ഒരാൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുള്ള കഴിവ്, അയാളുടെ സാമ്പത്തികമായുള്ള അയാളുടെ ഉറപ്പുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് അഖിൽമാരാർ ഒന്ന് വിശദീകരിക്കുക. എന്താണ് അപ്പൊ അഖിൽമാരാർ ഉദ്ദേശിച്ചതിന്റെ ഉള്ളർത്ഥം എന്തായിരുന്നു? അപ്പൊ ഇത് എന്റെ അടുത്ത് എന്റെ പേര് ഞാൻ മറന്നുപോയി. അവനൊരു ചോദ്യം ചോദിച്ചു, ബിഗ് ബോസിൽ പോയതാണോ അഖിൽമാരാരുടെ യോഗ്യത? ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നു, എന്താണ് പിഷാരടിയുടെ യോഗ്യത? അതായത് എന്റെ യോഗ്യത ചോദിക്കുന്ന ഒരാൾക്ക് ഇന്നൊരാളുടെ യോഗ്യത പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് എന്റെ യോഗ്യത പറയാം. അപ്പം അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് പിഷാരടി ഇത് ഞാൻ എന്താണ് ഇപ്പൊ വിഷ്ണുവിന്റെ പോലെ തന്നെ ഞാൻ പറഞ്ഞത് എന്താന്ന് കേൾക്കാതെ അദ്ദേഹം വളരെ പുച്ഛത്തോടു കൂടി അതിനെ തള്ളിക്കളയുന്നു. അപ്പം ഒരു വ്യക്തിയോട് തന്നെ പുച്ഛം കാണിച്ചത് രമേശ് പിഷാരടിയാണ്. അപ്പൊ ഞാൻ ആ പുച്ഛത്തിന് കൊടുത്ത മറുപടിയാണ്. മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പുച്ഛിച്ചിട്ടില്ല അഖിൽമാരാർ, അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്തത്. അത് രണ്ടും അവഗണിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് അവഗണിക്കാൻ പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയാൻ നിലപാടല്ലേ? വ്യത്യാസമുണ്ട്. പുച്ഛവും അവഗണനയും രണ്ടല്ലേ? വ്യത്യാസമുണ്ട്. അദ്ദേഹം അവിടെ നേരിടുന്നത് NDA എന്ന് പറയുന്ന ശക്തമായ ഒരു മുന്നണിയാണ് പാലക്കാട് നേരിടുന്നത്. ആ മുന്നണിയിൽ മത്സരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കുറിച്ചിട്ട് വ്യക്തിപരമായി പറഞ്ഞ ആക്ഷേപമല്ല. പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരോടുള്ള എന്റെ ചോദ്യം മാത്രമായിരുന്നു അത്. ഞാൻ ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഞാൻ ആശംസ ഇട്ടു എന്ന് പറഞ്ഞ് എനിക്കെതിരെ ട്രോൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഇത്രയും വിവരവും ബോധമില്ലാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടോന്നാണ് ഞാൻ ആ ട്രോള് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം ചിന്തിച്ചത്. കാരണം അതൊരു ആശംസയായിരുന്നു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി മാറിയാൽ ആ വേദിയിൽ ഒരു അതിഥിയായി പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് അദ്ദേഹത്തെ എനിക്ക് കഴിയട്ടെ, ഭാഗ്യം ഉണ്ടാവട്ടെ, അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ഇനി രണ്ടാമത്തെ വരി എഴുതിയേക്കുന്നത് അർഹതപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടെത്തി സീറ്റ് കൊടുക്കുക, അല്ലാതെ എനിക്ക് സീറ്റ് തരണമെന്നും അല്ല എഴുതിയേക്കുന്നത്. ഇത് രണ്ടുമാണ് അതിനകത്ത്. അത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തിനാണ് അത് ട്രോളായെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് നമ്മുടെ അതുപോലെ ഒരു വരി കൊണ്ടോ വാക്കുകൊണ്ടോ ഞാൻ പിഷാരടി എന്ന് പറഞ്ഞ വ്യക്തി ആക്ഷേപിച്ചിട്ടേ ഇല്ല. എന്നോട് യോഗ്യത ചോദിച്ച ഒരുത്തനോട് തിരിച്ച് സിനിമയിൽ നിന്ന് പറഞ്ഞ ഇന്ന ആളുടെ യോഗ്യത എന്താണ് എന്നുള്ളൊരു മറുചോദ്യമായിരുന്നു അത്. ഇനി രണ്ടാമത് അതിനെക്കുറിച്ച് വിഷ്ണുവിനെ പോലെ പല ആൾക്കാരും എന്നോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ എന്നോട് ആരും മാധ്യമപ്രവർത്തകർ മനോരമയും ചോദിച്ചു, എന്തെങ്കിലും വ്യക്തിവിരോധം ഉണ്ടായിട്ടാണോ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മറ്റു വിരോധമൊന്നുമില്ല, പക്ഷെ എന്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവം, എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ എന്നോട് അയാൾ വിളിച്ചു പറഞ്ഞ വിഷമത്തിന്
ഇന്നൊരാൾ കാരണമായിരുന്നു എന്ന് കേട്ടപ്പോൾ തോന്നിയ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല ഞാനിത് പറഞ്ഞത്. അല്ല അഖിൽമാർ, അപ്പൊ ഈ സമയത്ത് തന്നെ ഇതെടുത്ത് പറയുന്നത് പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നതിന് സമയമല്ലേ? അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അദ്ദേഹം ഒരു പക്ഷേ ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നാ പുള്ളിയുടെ യോഗ്യത എന്താണെന്ന് കോൺഗ്രസിന്റെ ആൾക്കാർ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞിരുന്നുണ്ടെന്നുണ്ടെങ്കിലോ പോസിറ്റീവായിട്ട് അതിനെ കണ്ടിരുന്നെങ്കിലോ ഞാനിതൊന്നും ശ്രദ്ധിക്കാൻ പോലും പോകത്തില്ലായിരുന്നു. കാര്യം എന്റെ മണ്ഡലത്തിലല്ലല്ലോ പുള്ളി മത്സരിക്കുന്നത്. ഇത് നമ്മുടെ മാറ്ററേ അല്ല. കാര്യം പുള്ളിക്ക് അവിടെ രാഷ്ട്രീയം. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, എന്താ രമേശ് പിഷാരടി പറഞ്ഞ രാഷ്ട്രീയം? ശോഭാ സുരേന്ദ്രൻ പറയുന്ന ശക്തമായ രാഷ്ട്രീയത്തിനെതിരെ രമേശ് പിഷാരടി പറഞ്ഞ രാഷ്ട്രീയം എന്താ? പിണറായി വിജയനെതിരെ എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ എന്താ പറഞ്ഞത്? പറയട്ടെ, രാഷ്ട്രീയം സംസാരിക്കാൻ ആദ്യം പഠിക്കുക. വ്യക്തികളെ എടുത്തുകൊണ്ട് അതിനെ ഖണ്ഡിച്ച് സംസാരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. എന്താ രാഷ്ട്രീയം പറഞ്ഞോ? അദ്ദേഹം എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് ആശയങ്ങൾ പറയുന്നു. കോൺഗ്രസ് ആശയമാണോ? കോൺഗ്രസിന് എന്താണ് ആശയം? കോൺഗ്രസിന്റെ ആശയം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രയത്നിച്ച പാർട്ടിയാ. വേറെന്തോ ആശയം എന്ന് പറയാൻ എനിക്ക് കോൺഗ്രസിന്റെ ആശയം എന്ന് പറഞ്ഞത്? കോൺഗ്രസിന്റെ ആശയം വികസനവുമായി ബന്ധപ്പെട്ട റൈറ്റ് ആശയമാണ്. ആശയങ്ങൾ 1885 എഒ ഹ്യൂം ഈ പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് പിന്നാലെ അണിനിരക്കാൻ വേണ്ടി ഒരു ആശയം സൃഷ്ടിക്കപ്പെട്ടത് ദേശീയ ബോധമാണ്. ആ ദേശീയ ബോധമാണ് കോൺഗ്രസിനെ അക്കാലത്ത് നയിച്ചത്. കോൺഗ്രസിന് ഇന്ന് ദേശീയ ബോധം ലെവലേശമില്ല. ഒരു കാലത്ത് ദേശീയ ബോധമുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഒരു കാലത്ത് ഹൈന്ദവ സമൂഹത്തെ ചേർത്ത് പിടിച്ച പാർട്ടിയായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ ബോധത്തിന് അങ്ങനെ എന്ത് പറ്റിയതെന്നാണ് കനയ്യകുമാറിനെ പോലെ രാജ്യത്തിന്റെ ഒരു തീവ്രവാദി അഫ്സൽ ഗുരുവിന്റെ അനുസ്മരണം നടത്തിയ ഒരുവനെ പിടിച്ച് കൂടെ കൂട്ടുന്നതാണോ ദേശീയ ബോധം? CAA NRC നടപ്പിലാക്കുന്ന സമയത്ത് അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും ഇന്ത്യയിലെ ഒരു മുസൽമാനും അത് പ്രശ്നം ഉണ്ടാവത്തില്ല എന്നും മനസ്സിലാക്കിയിട്ട് രാജ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നതാണോ ദേശീയ ബോധം? ഈ രാജ്യത്ത് എപ്പോഴൊക്കെ രാജ്യവിരുദ്ധ ശക്തികൾ ഇടപെട്ടിട്ടുണ്ടോ ആ സമയത്തെല്ലാം ഇതിനെതിരെ തള്ളിപ്പറയുന്നതാണോ ദേശീയ ബോധം? പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് റോബർട്ട് വദ്ര പറയുകയാണ് അത് ചെയ്യിച്ചത് നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവനെ ചെവുക്കല്ലടിച്ച് പൊട്ടിക്കണമെന്ന് അന്ന് ഫേസ്ബുക്കിൽ എഴുതിയ ഒരാളാണ് ഞാൻ. രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എത്രയും പെട്ടെന്ന് റോബർട്ട് വദ്ര എന്ന് പറയുന്ന അളിയനെ വിളിച്ചിട്ട് ചെവുക്കല്ലടിച്ച് പൊട്ടിച്ചിട്ട് പറയണം, മേലാൽ ഇമാതിരിയുള്ള ഡയലോഗും കൊണ്ട് നടക്കരുതെന്ന് പറയണം എന്ന് അന്ന് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ ഒരാളാണ്. അപ്പൊ ഇതിൽ എവിടെയാണ് ദേശീയ ബോധമുള്ളത്? ദേശീയ ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് രാജ്യത്തിനെതിരെ വരുന്ന വിഷയങ്ങളെ അനുകൂലിക്കാൻ പറ്റുന്നത്? അപ്പൊ ഇതെല്ലാം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ബാബറി മസ്ജിദ് തുറന്നു കൊടുത്തത് ആരാ? രാജീവ് ഗാന്ധിയാണ്. 1986 ഹിന്ദുക്കൾക്കായി ബാബറി മസ്ജിദ് തുറന്നു കൊടുക്കുന്നത്. 89 അവിടെ ശിലാന്യാസം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. ഇത് ചെയ്തത് കോൺഗ്രസ് പാർട്ടിയാണ്. പശുവും കിടാവുമായിരുന്നു കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയുടെ ചിഹ്നം. പിന്നീടാണ് കൈപ്പത്തി വരുന്നത്. അപ്പൊ പശുവിനൊന്നും കേട്ട് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും വിഷയമാണ്. ഇത് കോൺഗ്രസിന്റെ ചിഹ്നം തന്നെ പശുവും കിടാവുമായിരുന്നു. അപ്പൊ ഇത് ഇന്ന് ചാണകം എന്ന് വിളിക്കുന്നത് കോൺഗ്രസ്സുകാരെയാണ്. നിങ്ങൾ ഒരു കാലത്ത് മത്സരിച്ചത് പശുവും കിടാവും കൊണ്ടാ. പശുവും കിടാവും കൊണ്ടുള്ളതുകൊണ്ട് ചാണകം അവിടെ നിർബന്ധമില്ല. പശു ഇടുന്ന എന്താ? അതുകൊണ്ടല്ല. BJP എന്ന രാഷ്ട്രീയ പാർട്ടി പലപ്പോഴും അതിന്റെ നേതാക്കൾ പലപ്പോഴും ഈ ചാണകത്തിന്റെ ഗുണഗണങ്ങളും നല്ലതല്ലേ? ഞാൻ ചാണകം മെഴുകിയ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഞാൻ ചാണകം മെഴുകിയ തറയിൽ ഞാനും അമ്മൂമ്മയും കൂടെ പണ്ട് കിടന്നുറങ്ങിയത് ചാണകം മെഴുകിയ തറയിലാ. അത്രയും അതുകൊണ്ട് തന്നെ ചാണകത്തിന്റെ കുഴപ്പം പറയണ്ടേ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് നമ്മളെ തന്നിട്ട് ഇതിന് കുഴപ്പമുണ്ടോ? ചാണകത്തിന്റെ ഗുണഗണങ്ങളെ പറ്റി അറിവില്ലായ്മ കൊണ്ടല്ല ഒരു കോൺഗ്രസ് പ്രവർത്തകർ അത് പറയുന്നത്. ചാണകം കഴിക്കുന്നത് നല്ലതാണ്, ചാണകം ദേഹത്ത് പുരട്ടുന്നത് നല്ലതാണ്, ഗോമൂത്രം കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പ്രചരിപ്പിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട് BJP. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആയുർവേദപരമായിട്ട് ഇതൊക്കെ ഗുണം ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല.